ഈ ഒരു സാഹചര്യത്തിൽ UK-യിലേക്കും അയർലൻഡിലേക്കുമുള്ള വേക്കൻസിയെ കുറിച്ചുള്ള സ്റ്റാറ്റസ്, അല്ലെങ്കിൽ ആർക്കാണ് പ്രിഫറൻസ്, എപ്പോഴത്തേക്കാണ് അടുത്ത ഒരു റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും വളരെ ഈഗർലി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ UK, അയർലൻഡ് എന്ന സ്ഥലങ്ങൾ എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. നേഴ്സിംഗ് പോകുന്നത് തന്നെ UK-യിലേക്ക് പോവുക, അല്ലെങ്കിൽ അയർലൻഡിലേക്ക് പോവുക, അതിന് വേണ്ടിയാണ്. അപ്പോൾ നേഴ്സിംഗ് പാസ്സായി ഇറങ്ങി അതിൻ്റെ പിറ്റേ ദിവസം തന്നെ OETക്ക് ജോയിൻ ചെയ്യുന്ന ഒരുപാട് സ്റ്റുഡൻറ്റിനെ അല്ലെങ്കിൽ നേഴ്സസിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർ യാതൊന്നും ചിന്തിക്കില്ല, ഒറ്റ ഒരു ലക്ഷ്യമുള്ളൂ, UK-ക്ക് പോകാം അല്ല അയർലൻഡിന് പോകാം. നേരെ അവർ OETക്ക് ജോയിൻ ചെയ്യുന്നു. 1, 2, 3 പ്രാവശ്യം എഴുതിയിട്ടാണേലും അവർ OET എങ്ങനെയെങ്കിലും പാസ്സാകുന്നു. അതിനുശേഷം UK പ്രോസസ്സ് ചെയ്യുന്നു. ഇതായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഒരു 3 വർഷം വരെ ഇത് ഒക്കെയാണ്, അക്സെപ്റ്റബിളാണ്. ഒരുപാട് പേര് UK പോയിട്ടുണ്ട്, പഠിച്ചിറങ്ങിയപ്പോൾ തന്നെ പോയിട്ടുണ്ട്. ഈ ഒരു ഹിസ്റ്ററി അല്ലെങ്കിൽ ഇത് നമുക്ക് മനസ്സിലുള്ളതുകൊണ്ടാണ് നമ്മൾ UK-യിലേക്ക് പോകുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തോട് നേഴ്സിംഗ് വരുന്നത്. ഈ പഠിക്കുന്ന നേഴ്സിംഗ് സ്റ്റുഡൻസിനേക്കാളും ഈ നേഴ്സസിനേക്കാളും അതിൽ കുട്ടികളെ ഫോഴ്സ് ചെയ്യുന്ന അവരുടെ മാതാപിതാക്കന്മാരാണ്. പഠിച്ചിറങ്ങുന്നേ OETക്ക് കൊണ്ട് ജോയിൻ ചെയ്യിപ്പിക്കുക. എന്തിനാണ്? UK-ക്ക് പോകുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ UK-യിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് എങ്ങനെയാണ്, ഒരു വേക്കൻസി എങ്ങനെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക ഇന്ന് അത്യാവശ്യമാണ്. കാരണം ഇനി നാളെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അതനുസരിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇതുവരെയുള്ള ഒരു റീസെൻ്റ് അപ്ഡേറ്റ്, ഇത് റീസെൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് അനുസരിച്ച് UK-യിലേക്കും അല്ലെങ്കിൽ അയർലൻഡിലേക്കും ഉള്ള റിക്രൂട്ട്മെൻറ്റ് വളരെ സ്ലോ ആണ്. അപ്പോൾ ആണെങ്കിൽ തന്നെ ഇപ്പോഴാണേലും ഈ ലാസ്റ്റ് ഇയർ 2024 പഠിച്ച് OET കഴിഞ്ഞിരിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്. 2025 ഇപ്പോൾ റിസൾട്ട് വന്ന് അതിനും OETക്ക് പോകാനിരിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഒരു ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. 2022 ലാസ്റ്റ് മുതൽ OETയും പാസ്സായി CBTയും പാസ്സായിരിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ഈ കേരളത്തിലുണ്ട്, കേരളത്തിന് പുറത്ത് ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. അതിനുശേഷം OETയുടെ വാലിഡിറ്റി 2 വർഷം ആയതുകൊണ്ട് കയ്യിലുള്ള ഇല്ലാത്ത പൈസയെല്ലാം മുടക്കി വിസിറ്റിംഗ് വിസ എടുത്ത് UK-യിൽ പോയി അവിടെ നിന്ന് OSCE ചെയ്ത് പിന്നമ്പരും വാങ്ങിച്ചിട്ട് പിന്നെ അവിടെ സ്റ്റേ ചെയ്യാൻ നമുക്ക് വലിയ ഓപ്ഷനൊന്നുമില്ലല്ലോ. അതുകൊണ്ട് തിരിച്ചു വന്ന് കേരളത്തിൽ ഉള്ള ആൾക്കാർ നേഴ്സസ് ഉണ്ട്. അവിടെ തന്നെ വല്ല റിലേറ്റീവ്സിൻ്റെ ഒക്കെ കൂടെ നിൽക്കുന്ന നേഴ്സസും ഉണ്ട്. അപ്പോൾ ഇവരെല്ലാം അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പം UK-യുടെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് ഈ റീസെൻ്റ്ലി ഇനിയിപ്പോൾ അടുത്തിടയ്ക്കൊന്നും ഒരു വേക്കൻസി വരാനുള്ള ചാൻസ് ഇല്ല. ഈവൻ വേക്കൻസി വന്ന ഇപ്പോൾ തന്നെ പീഡിയാട്രിക് ചിൽഡ്രൻ ഹോസ്പിറ്റലിലേക്ക് ഒരു വേക്കൻസി വന്നായിരുന്നു. അതിൻ്റെ ഇതുവരെ ഒരു ഷോർട്ട് ലിസ്റ്റ് വരുമോ, അതിൻ്റെ സെലക്ഷൻ നടക്കുന്നോ ചെയ്തതായിട്ട് അറിയില്ല. ഈ ലാസ്റ്റ് ഇയറിലൊക്കെ വളരെ കുറച്ച് നേഴ്സസിനാണ് അവരെടുത്തിരിക്കുന്നത്. കാരണം ഒരു 400-500 നേഴ്സസിനെ അവരെടുത്തിട്ടുള്ളൂ. ഇപ്പോൾ അവിടെ ഒരു നേഴ്സിംഗ് വേക്കൻസി വന്നാൽ UK-യിൽ തന്നെ പോയി പഠിക്കുന്ന നമ്മുടെ കുട്ടികളുണ്ട്. അവർക്കായിരിക്കും പ്രിഫറൻസ് കിട്ടുന്നത്. കാരണം അവർക്ക് നമ്മളെ ഇവിടുന്ന് റിക്രൂട്ട് ചെയ്തുകൊണ്ട് പോവുക, ഏജൻസിക്ക് പൈസ കൊടുക്കുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അവർക്ക് വളരെ ചീപ്പായിട്ട് ഇവരെ ജോലിക്ക് കിട്ടും. അതുകൊണ്ട് അങ്ങനെയുള്ളവരെ ആയിരിക്കും ജോലിക്ക് എടുക്കുന്നത്. അല്ലേ തന്നെ ഇപ്പോൾ അവിടെ ഒരു വേക്കൻസി വന്നാൽ അവിടെ തന്നെയുള്ള ഇനിയിപ്പോൾ വിർച്വൽ ഇൻ്റർവ്യൂ നടത്തിയെടുക്കും ഒക്കെ ചാൻസ് വളരെ കുറവാണ്. അവിടെ തന്നെ ഫിസിക്കൽ ഇൻ്റർവ്യൂ ആയിരിക്കും, അവിടെ തന്നെ എടുക്കുക, അങ്ങനെയുള്ളൊരു ചാൻസാണ് ഇപ്പോൾ കാണുന്നത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഈ OETക്ക് നിങ്ങൾ ഡയറക്റ്റ്ലി OETക്ക് പോകുന്ന ഒരു പരിപാടി ഇനി ചെയ്യാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ഈ OETക്ക് എക്സാം എഴുതാൻ 10-35 രൂപയോളം ആകും. അത് പഠിക്കാൻ ഓരോ അക്കാഡമിക്കാരും അവനവന് ഇഷ്ടമുള്ള പൈസയാണ് വാങ്ങിക്കുന്നത്. പിന്നെ ഇംഗ്ലീഷ് നമുക്ക് അത്ര ഫ്ലുവൻ്റ് അല്ലാത്തതുകൊണ്ട് തന്നെ ഫസ്റ്റ് അറ്റംപ്റ്റിലൊക്കെ കിട്ടുന്നത് വളരെ കുറവാണ്. പിന്നെ അങ്ങനെയൊക്കെ വരുന്നതുകൊണ്ട് OET ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നിർത്തി വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് തിരിയുന്നതായിരിക്കും നല്ലത്. ഇനി ഇംഗ്ലണ്ടിനെ നോക്കി നമ്മളിനി ഒരുപാട് കാലം ഇരുന്നാൽ ഇനി പുതിയ തലമുറ ഓരോ വർഷവും ഇങ്ങനെ പിള്ളേർ ലക്ഷക്കണക്കിനാണ് പഠിച്ചിറങ്ങുന്നത്. അവരെല്ലാം ഈ OET പാസ്സായിരിക്കുവാണെങ്കിൽ എങ്ങനെയാണ് അങ്ങോട്ട് UK-യിലേക്കും അയർലൻഡിലേക്കും നോക്കിയിരിക്കുന്നവർക്ക് ജോലി കിട്ടുന്നത്? അവസാനം അവർക്ക് ഇന്ത്യയിലും ജോലി കിട്ടില്ല, UK-യിലും ജോലി കിട്ടില്ല. അവർ പിന്നെ അത് അന്വേഷിച്ച് അമേരിക്കയ്ക്കോ കാനഡയ്ക്കോ പോകുമ്പോൾ അവിടെയും ഫില്ലാവും. അപ്പോൾ നിങ്ങൾ വളരെ ക്ലവറായിട്ട് ചിന്തിക്കണം എന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഒരു റിക്വസ്റ്റായിട്ട് നിങ്ങൾ എടുത്താൽ മതി. ഇല്ലാത്ത പൈസ മുടക്കി വിസിറ്റിംഗ് വിസയിൽ പോയി അവിടെ OSCE ചെയ്ത് പിൻ നമ്പർ എടുത്ത് തിരിച്ചു വന്ന് വളരെ കഷ്ടപ്പെടും. ഇവരൊന്നും ഈ നേഴ്സസൊന്നും ഒരുപാട് പൈസ ഉള്ളിടത്തുനിന്നോ അവനവന് ഒരുപാട് ഉള്ളിടത്തുനിന്നോ കൊടുക്കുന്നവരൊന്നുമല്ല. നമുക്കിവരുടെ ബാക്ക്ഗ്രൗണ്ട് നന്നായിട്ട് ഒരുപാട് പേരെ ഞാനൊക്കെ നേഴ്സിംഗ് പഠിപ്പിക്കുന്നതാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് പേരുടെ ബാക്ക്ഗ്രൗണ്ട് അറിയാം. അപ്പോൾ ഇല്ലാത്ത പൈസ മുടക്കി എങ്ങനെയെങ്കിലും ജോലി കിട്ടട്ടെ എന്നോർത്ത് പോകുന്നതാണ്. അപ്പോൾ ഇനി അങ്ങനെ നിങ്ങൾ പൈസ മുടക്കാതെ ഇത് വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി ഡിപ്പോസിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ വീടും കാര്യങ്ങളും ഒക്കെ പണയം വെച്ചൊന്നും ചെയ്യേണ്ടത് ആവശ്യമില്ല.
വീണ്ടും പിൻ നമ്പർ കിട്ടി എന്നതിൻ്റെ അർത്ഥം ജോലി കിട്ടിയെന്നല്ല. പിൻ നമ്പർ കിട്ടുക എന്ന് പറഞ്ഞാൽ കേരളത്തിൽ പഠിച്ച് കേരളത്തിൽ രജിസ്ട്രേഷൻ എടുത്താൽ അതിൻ്റെ അർത്ഥം ജോലി കിട്ടിയെന്നാണോ? നമ്മളവിടെ ഒരു എംപ്ലോയർ നമ്മളെ സെലക്ട് ചെയ്യണം, ഇൻ്റർവ്യൂ ചെയ്യണം, നമുക്ക് അപ്പോയിൻമെൻറ്റ് ലെറ്റർ കിട്ടണം, അന്നേരമാണ് നമുക്ക് ജോലി കിട്ടുന്നത്. ഇതൊരു പിൻ നമ്പർ നമ്മുടെ ഒരു രജിസ്ട്രേഷൻ പോലെ കരുതിയാൽ മതി. അതിന് നമുക്കവിടെ ജോലി കിട്ടിയെന്നല്ല, അവിടെ ഒരു വേക്കൻസി വരണം. വേക്കൻസി വന്നാൽ തന്നെ നമ്മളവിടെ ഇൻ്റർവ്യൂവിൽ സെലക്ട് ആകണം. അറ്റ്ലീസ്റ്റ് ഇൻ്റർവ്യൂവിന് അവർ നമ്മളെ വിളിക്കണം, എന്നാലേ നമുക്കൊരു ജോലി കിട്ടുള്ളൂ. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ വിസിറ്റിംഗ് വിസ എടുത്ത് UK പോയി ഓസ്കി എഴുതി പിൻ നമ്പർ എഴുതി വീണ്ടും തിരിച്ചു വന്ന് അവിടെ ഒരു വേക്കൻസി വരുമ്പോഴത്തേക്ക് പിന്നെ ഇൻ്റർവ്യൂവിന് അങ്ങോട്ട് പോകാനൊന്നും സാധിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പേരൻസിനെ പറഞ്ഞ് മനസ്സിലാക്കണം. ഇനി ഒരിക്കലും ഇങ്ങനെയുള്ള പൊട്ടത്തരങ്ങളൊക്കെ കാണിച്ച് നമ്മുടെ പൈസ കളഞ്ഞ് നമ്മുടെ എന്തോരം വിഷമങ്ങളാണ്. ഓരോ ദിവസം എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം തരണം ചെയ്ത് നമ്മൾ ഇപ്പോഴത്തെ ഒരു കറൻറ്റ് സിറ്റുവേഷൻ അനുസരിച്ച് മുമ്പോട്ട് പോകണം. അതാണ് ഇന്നത്തെ നേഴ്സസിന് ഏറ്റവും നല്ല ഒരു ഓപ്ഷൻ.